Hi my dear students, once again welcome back to Continuity and Differentiability. ഇന്നത്തെ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഈ 28ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് മീൻ വാല്യൂ തിയറത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായ റോൾസ് തിയറമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു രണ്ട് തിയറംസ് ആണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മീൻ വാല്യൂ തിയറം, മറ്റൊന്ന് റോൾസ് തിയറം, ROLLE റോൾസ് തിയറം. ഇത് ഒരു മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് റോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി നെയിമാണ് റോൾ. സോ റോൾസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയറത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മീൻ വാല്യൂ തിയറത്തിൻ്റെ പറഞ്ഞു. മീൻ വാല്യൂ തിയറം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് നമുക്ക് ഈ റോൾസ് തിയറത്തിനെ ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് പറയാം. ഡെഫിനേഷൻ ഇതാണ്: കൺസിഡർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x defined in a closed interval AB such that രണ്ട് നേരത്തെ മീൻ വാല്യൂ തിയറത്തിനകത്ത് പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷനാണ്. ഒന്നാമത്തത് f of x is continuous in the closed interval AB. സെക്കൻഡ് കേസിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്: fx is differentiable എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം f dash x എക്സിസ്റ്റ് ചെയ്യണം, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. നേരത്തെ മീൻ വാല്യൂ തിയറത്തിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x defined in closed interval a b such that first one fx is continuous in closed interval a b, second condition fx is differentiable in a b. ഇവിടെ മൂന്നാമത് ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്, that is f of a equal to f of b. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ then Rolle's theorem states that then there exists at least one point c such that f dash c is equal to, നേരത്തെ നമ്മൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞ f dash c is equal to f of b minus f of a divided by b minus a ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ b minus a ആണ്. ഇവിടെ f of a f of b ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് f of b minus f of a എന്ന് പറഞ്ഞാൽ എന്താവും? 0 ആവും. സോ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ there exists a point c such that f dash c is equal to 0, a less than z less than b. ഇതാണ് റോൾസ് തിയറം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം മക്കളെ, എഴുതിക്കോളൂ. കൺസിഡർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x defined in closed interval a b such that one fx is continuous in closed interval a b, second one fx is differentiable in a b, third one f of a equal to f of b. Then there exists at least one point c such that f dash c is equal to 0 where a less than c less than b. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മറ്റേ നമ്മൾ മീൻ വാല്യൂ തിയറം ചെയ്തതുപോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇതിനകത്ത് കൂടുതൽ അഡീഷണൽ വരുന്ന f of a equal to f of b എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങിലേക്ക് ഒന്ന് പോകാം. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞ f of x, ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതുപോലെ ഗ്രാഫും കൂടെ വരച്ചിട്ടുള്ളൂ. കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ് ഇന്റർവൽ എ ബി. ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ f of a ആണ്, നമുക്കറിയാം. ഇത് b ആണ്, അതുകൊണ്ട് ഈ ഹൈറ്റ് f of b ആണ്. ഈ പോയിന്റ് ആണ് c എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഈ ഹൈറ്റ് f of c ആണ്. നമ്മൾ മീൻ വാല്യൂ തിയറത്തിനകത്ത് പറഞ്ഞ പോലെ തന്നെ. ദെൻ ഇനി നോക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആണ്, പിന്നെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞ എഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. ദാറ്റ് മീൻസ് ഇവിടെ ഇതിനിടയ്ക്കുള്ള എല്ലാ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ടാൻജൻസ് വരയ്ക്കാൻ പറ്റും, എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഉണ്ടാവും. ഇനി എന്താ പറയുന്നത്? മൂന്നാമത്തെ കണ്ടീഷൻ പറയുക എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് മക്കളെ? ഇത് മേളിലേക്ക് പോകുന്ന ഈ ഹൈറ്റും സെയിം ആണ്. ഇങ്ങനെ രണ്ട് ഹൈറ്റുകൾ സെയിം ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് മുകളിലോട്ട് പോകുക ഇങ്ങനെ വരും, അല്ലെങ്കിൽ താഴോട്ട് പോകുന്നത്. തിരിച്ച് ഇത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിപ്പോൾ ഇൻക്രീസിങ് ആണ് അല്ലേ. ഇതിങ്ങനെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഹൈറ്റ് ഇവിടുന്ന് എഫ് ഓഫ് ഐ ഇതായിരുന്നു, അത് കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടി ഇവിടെ ഒരു മാക്സിമത്തിലെത്തി. ഇനി എഫ് ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ബി വന്നാൽ എന്താ വേണ്ടത്? ഇത് കുറഞ്ഞ് വീണ്ടും ഈ വേറൊരു പോയിന്റിൽ വരുമ്പോൾ ഈ ബി എന്നുള്ളൊരു പോയിന്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, ആ വേറൊരു പോയിന്റിൽ വരുമ്പം ഈ ഹൈറ്റിനോട് ഇക്വലൻ്റ് ആയിട്ട് വേറൊരു പോയിന്റ് കിട്ടണം. എന്ന് പറഞ്ഞാൽ ഇത് മേളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും അത് തിരിഞ്ഞ് താഴോട്ട് വന്നേ മതിയാവും അല്ലേ. അപ്പോൾ ഇത് ഒന്ന് എങ്കിലും തിരിയും ഇതിനിടയ്ക്ക്, കാരണം ഇത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ. ഇത് താഴോട്ട് പോന്നാലോ, ഇങ്ങോട്ട് പോരുവാണെങ്കിലും ഇവിടെ വന്ന് കുറഞ്ഞു വന്നാൽ
ഒന്നെങ്കിലും തിരിഞ്ഞാലേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂ ഈ എഫ് ഓഫ് എക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചെങ്കിലും ഈ ഫംഗ്ഷൻ എന്താവും, ഒന്ന് തിരിയും. തിരിയുന്ന പോയിന്റുകൾ എന്താണ്? തിരിയുന്ന പോയിന്റുകളാണല്ലോ അതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ആ ടേണിംഗ് പോയിന്റ് പ്രത്യേകത നമുക്കറിയാം. എന്താണ് ടേണിംഗ് പോയിന്റ് പ്രത്യേകത? അവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അത് തന്നെ എവിടെ സംഭവിച്ചേക്കണം നോക്കിയാൽ മക്കളെ, അറ്റ് ദ പോയിന്റ് സി ടാൻജന്റ് നോക്കിക്കേ, ദ ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതാണ് അതിന്റെ ജോമെട്രിക്കൽ മീനിങ്. അപ്പോൾ എഫ് ഡാഷ് സി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് 0. ആരുടെ ഡെറിവേറ്റീവ് 0? ടാൻജന്റിന്റെ സ്ലോപ്പ് ആണല്ലോ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സി എന്നുള്ള പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് പോയിന്റ് സി ദ ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. മറ്റേത് നമ്മൾ മീൻ വാല്യൂ തിയറത്തിനകത്ത് പറഞ്ഞു ടാൻജന്റ് ഈസ് പാരലൽ ടു ദി ലൈൻ ജോയിനിങ് എ ആൻഡ് ബി. ഇവിടെ ആ ലൈൻ ജോയിനിങ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു റൈറ്റ് ആസ് എ നോട്ട് ഇതുപോലെ ഫിഗർ വരച്ചിടുക. ഫിഗർ വരച്ചിട്ടൊന്ന് എഴുതിക്കൊള്ളുക. അറ്റ് ദ പോയിന്റ് സി ദ ടാൻജന്റ് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. അറ്റ് ദ പോയിന്റ് സി, ഇതാണ് ഈ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ. ഈ പോയിന്റ് സിയിൽ ദ ടാൻജന്റ് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. കണ്ടോ, ഈ ലൈൻ ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റേത് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടീഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു മൂന്നാമത്തെ കേസ് മാത്രം. ഓക്കെ, ലെറ്റ് us have some examples. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളുടെ എക്സാമിനേഷൻ ചോദിക്കുന്നത് വെരിഫൈ റോൾസ് തിയറം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ഒക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുന്നത്? നമ്മൾ റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് റോൾസ് തിയറവും നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെരിഫൈ y is equal to x square plus 2. അപ്പോൾ നമുക്ക് അതിനെ എഫ് ഓഫ് എക്സ് എടുക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലേ. ഒന്നാമത് നമ്മൾ നോക്കണ്ടേ എഫ് എക്സ് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണോ? അതെ, കാരണം എന്താണ്? ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് ആ കാര്യം എഴുതാം. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ, സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ, അങ്ങനെ തന്നെ എഴുതിയാൽ മതിയാവും. പോളിനോമിയൽ എഫ് എക്സ് ഈസ് കോമ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. പോളിനോമിയൽസ് എല്ലാം കണ്ടിന്യൂസ് ആണല്ലോ, കണ്ടിന്യൂസ്. പക്ഷെ നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെൽ കണ്ടിന്യൂസ് മതി. അതുകൊണ്ട് നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞാൽ -2 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈസ് കണ്ടിന്യൂസ് ഇൻ ദി ക്ലോസ്ഡ് ഇന്റർവെൽ -2 2. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. രണ്ടാമത്തെ നമുക്ക് വേണ്ട ഡിഫറൻഷ്യബിൾ ആണെന്ന്. അതിന് നമ്മൾ ആദ്യം എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് എഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. 2 ഇസ് എ കോൺസ്റ്റന്റ് ആണ്, സോ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ 2x എന്ന് പറയും. ഇത് എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കണ്ടേ. എക്സിസ്റ്റ് ചെയ്യുമോ? എക്സിസ്റ്റ് ചെയ്യാതെ വരുന്ന കേസ് രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഡിനോമിനേറ്റർ 0 വരുന്ന കേസ്, മറ്റൊന്ന് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ. ഇത് രണ്ടും ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് ഇറ്റ് എക്സിസ്റ്റ് ഇൻ എവിടെയാണ്? -2 2 അല്ലേ, എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട അടുത്ത ഒരു കണ്ടീഷനോടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എ വേണം അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -2 ആണ്. എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2ൻ്റെ സ്ക്വയർ പ്ലസ് 2, ദാറ്റ് ഈസ് 4 + 2 6 വരും. ഇനി എഫ് ഓഫ് ബി ആണ് വേണ്ടേ. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 2 വരും, ദാറ്റ്സ് ഈക്വൽ ടു 6 അഗെയിൻ. അപ്പോൾ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഏതാ? ഒന്ന് കണ്ടിന്യൂസ് ആണ്, രണ്ടാമത്തെ ഡിഫറൻഷ്യബിൾ ആണ്, മൂന്നാമത്തെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. Therefore f of a equal to f of b. Therefore f of a equal to f of b. Therefore by Rolle's theorem. എന്താണ് റോൾസ് തിയറം പറയുന്നത്? ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ റോൾസ് തിയറം പറയുന്നു എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആ. അപ്പോൾ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാലോ 2c ഈക്വൽ ടു 0 implies z is equal to 0/2, that is equal to 0. ഇനി നമ്മുടെ ഇന്റർവെൽ നോക്കിക്കേ, -2 + 2 എന്നുള്ളതാണ് ഇന്റർവെൽ. ഇതിനിടയ്ക്കുള്ള പോയിന്റ് ആണോ നോക്കിക്കേ 0, ഉറപ്പായിട്ട്. സച്ച് ദാറ്റ് എന്താണ്? അപ്പോൾ c is equal to 0 കിട്ടി. സച്ച് ദാറ്റ് -2 less than z less than 2.
Therefore, Rolle's theorem is verified. Rolle's theorem is verified. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വെരിഫൈ ചെയ്യുന്നത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിം ആണെങ്കിൽ മാത്രമേ, ഈക്വൽ ടു വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ റോൾസ് തിയറം വരത്തുള്ളൂ. അല്ലെങ്കിൽ മീൻ വാല്യൂ തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായാലോ? ഒന്ന് കണ്ടിന്യൂസ് ആണ് നോക്കുക, രണ്ടാമത് ഡിഫറൻഷ്യബിൾ ആണ് നോക്കുക, മൂന്നാമത്തെ എഫ് ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ് നോക്കുക. ഈ 3 കണ്ടീഷനും ഉണ്ടെങ്കിൽ ഒരു സി ഉണ്ടാവും. ആ സി ലൈ എന്ന് ഇതിന് രണ്ട് എയ്ക്കും ബിക്കും ഇടയ്ക്കാണോ എന്നും കൂടെ നോക്കിയാൽ നമുക്ക് ആൻസറായി. ഓക്കെ മക്കളെ? യെസ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ജോമെട്രിക്കൽ മീനിങ്ങോടെ ഒന്ന് കാണിച്ചു തരാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതിൻ്റെ ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിൻ്റെ കാർവ്. എ എന്നുള്ള പോയിൻ്റ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം -2 എന്നാണ്. അപ്പോൾ അത് -2 കറസ്പോണ്ടിങ് എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ 6 ആണ്. ബി എന്ന് പറഞ്ഞാൽ 2 6 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹൈറ്റും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എന്ന് പറഞ്ഞാൽ സെയിം ആണ്. രണ്ട് പോയിന്റിലെയും സ്ലോപ്പ് മീൻസ് ഹൈറ്റുകൾ സെയിം ആണ്. ഈ ഹൈറ്റും സെയിം ആണ്. ഇനി ഞാൻ അപ്പോൾ നമ്മൾ ഒന്ന് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഡെറിവേറ്റീവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനിടയ്ക്കുള്ള ഏത് പോയിന്റിൽ വേണമെങ്കിലും ഈ ടാൻജൻറ്റ് വരയ്ക്കാം. അതിൻ്റെ സ്ലോപ്പ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ തെളിഞ്ഞ് വരുന്നുണ്ട് സ്ലോപ്പ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കിക്കോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ -3.49 ആണ്. ഇപ്പോൾ അത് കുറഞ്ഞ് കൂടി അത് 0-ലെത്തും. പിന്നീട് അത് കൂടി ഇങ്ങോട്ട് പോവാം. ഇനി ഇതിനിടയ്ക്കൊരു പോയിന്റ് കണ്ടോ, ഇതിനിടയ്ക്കുള്ളൊരു പോയിന്റിലെ ഡെറിവേറ്റീവ് മീൻസ് സ്ലോപ്പ് 0 വരുന്നൊരു പോയിന്റ് ഉണ്ട്. ഒന്ന് നോക്കിക്കോളൂ. ആ സ്ലോപ്പ് 0 വരുന്നത് കൊണ്ട് സ്ലോപ്പ് 0 വരുമ്പോൾ എം എന്നുള്ളത് 0 വരും. കണ്ടോ, ഇപ്പം നമുക്കറിയാം ഇവിടെ എം എന്നുള്ളത് 0യാണ്. ഈ എം 0 വന്നിരിക്കുന്ന പോയിന്റ് കണ്ടോ, ഏത് പോയിന്റിലാന്ന് നോക്കിക്കേ, 0-2 എന്നുള്ള പോയിന്റാണ്. 0-2 ആ പോയിന്റിന് മീൻസ് അപ്പോൾ ഈ -2നും +2നും ഇടയ്ക്കുള്ള 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു 0 എന്നുള്ള പോയിന്റിലാണെന്ന്. 0 എന്നുള്ള കണ്ടോ, 0 എന്നുള്ള പോയിന്റാണ് സി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ സി കിടക്കുന്നത് ഈ -2നും +2നും ഇടയ്ക്കുള്ളൊരു പോയിന്റില്ലേ നോക്കിക്കേ. ആ പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. കണ്ടോ? അപ്പോൾ ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രത്യേകത. റോൾസ് തിയറത്തിൻ്റെ പ്രത്യേകത, മീൻ വാല്യൂ തിയറം അല്ല, റോൾസ് തിയറത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഹൈറ്റ് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് താഴോട്ട് പോയൊരു ഫംഗ്ഷൻ വീണ്ടും കൂടി ഇതിലത്തെ ഈ ഹൈറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞേ പറ്റുള്ളൂ. ആ തിരിയുന്ന പോയിന്റാണ് നമ്മൾ ഈ സി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായാലോ? മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലത്തിൻ്റെ റോൾസ് തിയറം വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ നമ്മളോട് ചോദിക്കത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒന്ന് പഠിച്ചോളൂ. ഓക്കെ മക്കളെ, here is another question. Verify Rolle's theorem for fx is equal to x square plus 2x minus 8 where x belongs to -4 2. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തേക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. ഇനി ഒന്നാമത്തെ വേണ്ടത് എഫ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണോ? യെസ്, ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ബിക്കോസ് ഇറ്റ് ഈസ് എ polynomial അല്ലേ. ഈസ് കണ്ടിന്യൂസ് ആസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ. അതിൻ്റെ റീസൺ ഒന്ന് എഴുതിക്കോളൂ, എന്താണ് കാരണം. പോളിനോമിയൽ അതായത് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എവിടെയാണ്? കണ്ടിന്യൂസ് ഇൻ നമുക്ക് വേണ്ടത് ഇൻ്റർവെല്ല് -4 2ലാണ്. അതുകൊണ്ട് -4 2. അതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി രണ്ടാമത്തെ വേണം, അതിന് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 2 എന്ന് വരും അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 2xൻ്റെ ഡെറിവേറ്റീവ് 2 × xൻ്റെ ഡെറിവേറ്റീവ് 1 വരും. -8 കോൺസ്റ്റന്റ് ആയതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഡിനോമിനേറ്റർ 1 ആണ്, റൂട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ -4 2 എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യും. സോ എക്സിസ്റ്റ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -4 2. ഓക്കെ, ഇപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത് വേണ്ടത് നമുക്ക് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിം ആണെന്നോ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -4 ആണ്. എഫ് ഓഫ് എ എന്ന് എഴുതിയിട്ടില്ല. equal to f of -4, that's equal to -4 in the square plus 2 into -4 -8. അപ്പോൾ that is 16 വരും. -4ൻ്റെ സ്ക്വയർ ഇത് -8 എന്ന് വരും. that is -16 equal to 0 എന്ന് വരും. ഇനി നമുക്ക് എഫ് ഓഫ് ബി വേണം. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്.
that is 2 square plus 2 into 2 minus 8. That is equal to 4 plus 4 minus 8. That's also equal to 0. That means what? That means f of a equal to f of b. അപ്പോൾ all the three conditions of the Rolle's theorem are verified, അല്ലേ, സാറ്റിസ്ഫൈ ചെയ്താൽ റോൾസ് തിയറം പറയുന്നത് ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ there exists a point z such that f dash c is equal to 0. അപ്പോൾ നമുക്ക് അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. therefore by Rolle's theorem എന്താണ് റോൾസ് തിയറത്തിന്റെ പ്രത്യേകത? റോൾസ് തിയറം f dash c is equal to 0. that implies f dash x നമുക്ക് ഇവിടെ ഉണ്ട് 2x plus 2 ആണ്. അപ്പോൾ f dash c എന്ന് പറഞ്ഞാൽ 2c plus 2 is equal to 0. that implies 2z is equal to what? minus 2 വരും, or z is equal to minus 2 by 2, that is equal to minus 1. ഇനി നമ്മൾ കിടക്കുന്ന നമ്മുടെ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈനസ് 4ഉം 2 ആണ്, അല്ലേ? -4 2 എന്നുള്ള ഇൻ്റർവെലാണ്. ഈ ഇൻ്റർവെലിനുള്ളിൽ കിടക്കുന്ന ഒരു പോയിന്റ് അല്ലേ -1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എഴുതാം -4 ലെസ് ദാൻ z ലെസ് ദാൻ -1, അല്ലേ? -1 അല്ല, പോയിന്റ് 2 അല്ലേ, 2. അപ്പോൾ ഇവിടെ 2 എന്ന് വരും. ഓക്കെ, -4നും 2നും ഇടയ്ക്കുള്ള പോയിന്റ് z. സോ റോൾസ് തിയറം എന്ന് പറയുന്നത് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തില്ലേ? therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. അപ്പോൾ നമ്മൾ എത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സോ സി കണ്ടുപിടിച്ചു. സി എന്നുള്ളത് എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റും കൂടെ ആണ് എന്ന് കണ്ടാൽ നമുക്ക് റോൾസ് തിയറം വെരിഫൈഡ് എന്ന് എഴുതാൻ പറ്റും. therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ മക്കളെ, മനസ്സിലായോ ചെയ്യുന്നത്? യെസ്, സിമ്പിൾ അല്ലേ? Here is the third question. Verify Rolle's theorem for f of x is equal to tan x in 0 pi. അല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ബട്ട് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കണ്ടേ, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണ്ടേ. ടാൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. ഇത് കണ്ടിന്യൂസ് ആണോ മക്കളെ? നമുക്കറിയാം സൈനും കോസും ഒക്കെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ടാനിൻ്റെ കേസിൽ പ്രത്യേകതയുണ്ട്. എന്താണ്? 90 വരുമ്പോൾ ടാൻ 90 ഡിഫൈൻഡ് അല്ല, അല്ലേ? അപ്പോൾ ഈ 90 എന്നുള്ള പോയിന്റ് മീൻസ് π/2 എന്നുള്ള പോയിന്റിൽ π/2 എന്നുള്ളത് നമുക്കറിയാം ഈ 0യ്ക്കും പൈക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ്. അവിടെ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ π/2ൽ ടാൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണോ? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ടാൻ എക്സ് ഈസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് ദി ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. അപ്പോൾ നമുക്ക് ഈ 0 പൈ എന്നുള്ള ഫുൾ ഇൻ്റർവെല്ലിൽ ടാൻ എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഫിഗറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ്, റെഡ് കളറിൽ കാണുന്നത്. 0യും പൈയും കണ്ടോ? അതിനിടയ്ക്ക് π/2ൽ ഈ ഫംഗ്ഷൻ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഇത് ബ്രേക്കാണ്, കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ 0 പൈ എന്നുള്ള ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ മക്കളെ, ഈ 0 പൈ എന്നുള്ള ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലല്ലോ? കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലെങ്കിൽ റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണോ? ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് എഴുതാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എവിടെ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു π/2. π/2. therefore f of x is discontinuous in closed interval 0 pi. ഈ π/2 എന്നുള്ളത് ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, അതുകൊണ്ട് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ 0 pi. therefore Rolle's theorem is not applicable for f(x) is equal to tan x. ഈ ഒറ്റ സ്റ്റെപ്പിൽ തീരും, ബാക്കിയുള്ളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം അത് കണ്ടിന്യൂറ്റി എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്തുകൊണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് π/2. therefore Rolle's theorem is not applicable. Okay മക്കളെ? yes. And let us have another question. Verify Rolle's theorem for the function f of x is equal to greatest integer value of x for x belongs to -2 2. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മീൻ വാല്യൂ തിയറത്തിനകത്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഏതാണ്ട് ഇതേമാതിരി ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ എഫ് ഓഫ് എക്സ് നമുക്കൊന്ന് എടുക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷനാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് ഡിസ്കണ്ടിന്യൂസ് ആണ്, അല്ലേ? അതിന് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. സ്റ്റെപ്പായിട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ -2 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ ഡിഫൈൻ ചെയ്താൽ നമുക്കതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് കിട്ടില്ല, അല്ലേ?
ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷൻ ഓഫ് എക്സ് -2നും +2നും ഇടയ്ക്കാണ്. അപ്പോൾ നോക്കിക്കോ, കണ്ടോ, ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ, ഇത് ക്ലിയർ ആയിട്ടും ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് -2 മുതൽ +2 വരെയുള്ള റീജിയൻ ആണ് ഇവിടെ. ഇത് 2, ഇത് -2, ഇതിനിടയ്ക്കുണ്ട്. കണ്ടോ, കുറേയധികം ഡിസ്കണ്ടിന്യൂറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്കറിയാം അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ തന്നെ ആ ഒറ്റ കണ്ടീഷൻ മതി നമ്മുടെ റോൾസ് തിയറം ശരിയാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ f(x) = ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷൻ എന്നിട്ട് എഴുതാം, സിൻസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഫംഗ്ഷൻസ് ആർ ഡിസ്കണ്ടിന്യൂസ്, റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ f of x. ഓക്കെ, ദാറ്റ്സ് എനഫ്. അത്രയേ ഉള്ളൂ. ആ പ്രോബ്ലം അവിടെ കൊണ്ട് തീർന്നു. ഓക്കെ, മനസ്സിലായ മക്കളെ? ആ കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബാക്കിയുള്ള കണ്ടീഷൻസിലേക്ക് നോക്കേണ്ടത് പോലും ആവശ്യമില്ല. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ f of x = sin x when x belongs to 0 pi. അപ്പോൾ നമുക്ക് ആദ്യം f of x എന്ന് എഴുതാം. f of x = sin x ആണ്. sin x നമുക്കറിയാം, ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം, sin x ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. So since sin x is continuous, comma fx is continuous എവിടെ continuous in ഏതാ ഇന്റർവെൽ ഏതാണ്? in 0 pi. Then രണ്ടാമത്തെ കണ്ടീഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നാ. അപ്പോൾ നമുക്ക് f' കണ്ടുപിടിക്കണം. f' = cos x അല്ലേ. ഇത് നമുക്കറിയാം, cos x ഈ 0ക്കും പൈക്കും ഇടയ്ക്കുള്ള എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പ്രശ്നമില്ല. എക്സിസ്റ്റ് ഇൻ എവിടെ 0 pi ഓപ്പൺ ഇന്റർവെൽ മതിയാവും. ഇനി മൂന്നാമത് നമുക്ക് വേണ്ടത് f of a ആണ്. f of a എന്ന് പറഞ്ഞാൽ f of 0 ആണ്. f of 0 എന്ന് പറഞ്ഞാൽ sin 0 ആണ്. അത് നമുക്കറിയാം 0 ആണ്. ദെൻ f of b ആണ്. f of b എന്ന് പറഞ്ഞാൽ f of pi ആണ്. pi എന്ന് പറഞ്ഞാൽ sin pi ആണ്. sin pi is also equal to 0 ആണ്. That implies f of a equal to f of b. ഓക്കെ, ഈ മൂന്ന് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണ് അല്ലേ. Therefore by റോൾസ് തിയറം, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ എഴുതിയതിനു ശേഷം നമുക്ക് എഴുതാം. Therefore by റോൾസ് തിയറം എന്താ കണ്ടീഷൻ? റോൾസ് തിയറം f' x = f' c = 0. f' എന്ന് പറഞ്ഞാൽ cos x ആണ്. ദാറ്റ് മീൻസ് cos c = 0. cos c 0 വരുന്ന എവിടെയാണ്? cos c = 0 മീൻസ് കോസിന് ഏത് വാല്യൂന് 0 വരുന്നത്? 90 അല്ലേ. c = π/2. ഈ π/2 എന്ന് പറഞ്ഞാൽ 0ക്കും പൈക്കും ഇടയ്ക്കില്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 0 <z π. 0ക്കും പൈക്കും ഇടയ്ക്കുള്ള ഈ c എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് മീൻസ് c എന്ന് പറയുന്നത് cos c f' = 0 ആണ്. Therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായോ? റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതിയാവും. നമ്മൾ ഈ സി കണ്ടുപിടിക്കുക. അത് സിക്കും എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റ് ആണെങ്കിൽ കണ്ടീഷൻസ് വെച്ച് നമുക്ക് റോൾസ് തിയറം വെരിഫൈ ചെയ്തെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. റോൾസ് തിയറത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക, ക്ലോസ്ഡ് ഇന്റർവെൽ 0 pi. പിന്നെ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കുക, എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ മൂന്നാമത്തെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ there exists a point such that f' c = 0. ആ സി എന്ന് പറയുന്നത് നമ്മുടെ എക്കും ബിക്കും ഇടയ്ക്കാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മീൻസ് റോൾസ് തിയറം വെരിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ റോൾസ് തിയറും മീൻ വാല്യൂ തിയറങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. മീൻ വാല്യൂ തിയറമായിട്ടുള്ള ചെറിയ വ്യത്യാസം, മീൻ വാല്യൂ തിയറത്തിനാണെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവിടെ അത് ഈക്വൽ ആയേ പറ്റൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ റോൾസ് തിയറം മീൻ വാല്യൂ തിയറം എന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകും. വളരെ സിമ്പിളാണ്. ഈ 3 കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പകുതി മാർക്ക് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനോട് ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്നായിട്ട് ചെയ്യുക. ഗുഡ് ലക്ക്.
and may God bless you. Okay, thank you.